മൊഡ്യൂൾ 3 ആണ് റേഷ്യോ അനാലിസിസ് ആണിട്ട് പറയുന്നത്. റേഷ്യോ അനാലിസിസ് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ടൂൾസ് ഓഫ് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ചെയ്യുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പവർഫുൾ ടൂളാണ് റേഷ്യോ അനാലിസിസ്. ഇറ്റ് എയിംസ് അറ്റ് മേക്കിംഗ് യൂസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്. ദീസ് ആർ വൈഡ്ലി യൂസ്ഡ് ആസ് ദേ ആർ സിമ്പിൾ ടു കാൽക്കുലേറ്റ് ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. വളരെ വേഗത്തിൽ മനസ്സിലാക്കാനും എളുപ്പത്തിൽ ചെയ്യുന്നതിനും സാധിക്കാനുണ്ട്. ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ വെച്ചിട്ട് ഡിസിഷൻ എടുക്കുന്നതിനും റേഷ്യോ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റേഷ്യോ ഈസ് ആൻ എക്സ്പ്രഷൻ ഓഫ് റിലേഷൻ ബിറ്റ്വീൻ ടു ഫിഗേഴ്സ് ഓർ ടു എമൗണ്ട്സ്. ടു എമൗണ്ട്സ് വെച്ചിട്ടാണ് റിലേഷൻഷിപ്പ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ യാർഡ് സ്റ്റിക്ക് വിച്ച് മെഷേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ്. രണ്ട് വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് അനലൈസ് ചെയ്യുന്ന ഒരു യാർഡ് സ്റ്റിക്കാണ്, ടൂളാണ് റേഷ്യോ. റേഷ്യോസ് ആർ സിംപ്ലി എ മീൻസ് ഓഫ് ഹൈലൈറ്റിംഗ് ഇൻ അരിത്തമെറ്റിക് ടേംസ്. മാത്തമാറ്റിക്കൽ ടേംസിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിഗേഴ്സ് വെച്ചിട്ട് പല ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റേഷ്യോ അനാലിസിസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. റോബർട്ട് ആൻ്റണി പറയുന്നത് സിംപ്ലി വൺ നമ്പർ എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് അനദർ എന്നാണ്. ഒരു നമ്പർ വെച്ചിട്ട് മറ്റൊരു നമ്പറിന് നമ്മൾക്ക് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും, എക്സ്പ്രസ് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? റേഷ്യോ അനാലിസിസ് എന്ന് പറയണത്. മീനിങ് ആൻഡ് ഡെഫിനിഷൻ ആണ് പറയണത്. റേഷ്യോ അനാലിസിസ് ദ അനാലിസിസ് ഓഫ് ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റേഷ്യോസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് കമ്പാരിസൺ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ റേഷ്യോസ് ആൻഡ് ദർ യൂസ് ഓഫ് ഫ്യൂച്ചർ പ്രൊജക്ഷൻസ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യാനത് റേഷ്യോ വെച്ചിട്ടാണെങ്കിൽ അതിന് റേഷ്യോ അനാലിസിസ് എന്ന് പറയാം. ഇതിൽ കമ്പാരിസൺ ഉണ്ട്, ഇൻ്റർപ്രിട്ടേഷൻ വരുന്നുണ്ട്. അത് രണ്ടും നമ്മൾക്ക് എന്തിനു ഉപയോഗിക്കാം? ഭാവിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. റേഷ്യോ അനാലിസിസ് ഡസ് നോട്ട് പ്രൊവൈഡ് ആൻ എൻഡ് ഇൻ ഇറ്റ് സെൽഫ്. റേഷ്യോസ് ഒരിക്കലും എന്തൊരു എൻഡ് പോയിൻ്റ് അല്ല, ബട്ട് ഓൺലി എ മീൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് പെർഫോമൻസ് ഓഫ് ബിസിനസ് കൺസേൺസ്. എന്തിനെ സഹായിക്കുന്നുണ്ട്? ഫേമിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനും പെർഫോമൻസ് എന്താണെന്ന് മനസ്സിലാക്കുന്ന ഹെൽപ്പ് ചെയ്യാൻ. എ ലാർജ് നമ്പർ ഓഫ് റേഷ്യോസ് ക്യാൻ ബി കമ്പ്യൂട്ടഡ് ഫ്രം ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് എൻ എൻ്റർപ്രൈസ്. ഏതൊരു എൻ്റർപ്രൈസിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും വെച്ചിട്ട് നമ്മൾക്ക് ഒരുപാട് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. റേഷ്യോ അനാലിസിസ് മേ ബി ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് കമ്പ്യൂട്ടിംഗ്, ഡിറ്റർമൈനിങ് ആൻഡ് പ്രസൻറ്റിങ്. എന്താണ് പ്രസൻറ്റ് ചെയ്യുന്നത്? റിലേഷൻ വിത്ത് ഐറ്റംസ് ആൻഡ് ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ്. ഏതെങ്കിലും ഒരു ഐറ്റം വെച്ചിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സഹായത്തോടു കൂടി റേഷ്യോസ് നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനും അതിൻ്റെ റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിനും സഹായിക്കുന്നുണ്ട്. ആ പ്രോസസ്സിനെയാണ് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. പ്രോസസ് ഓഫ് കമ്പ്യൂട്ടിംഗ്, ഡിറ്റർമൈനിങ് ആൻഡ് പ്രസൻറ്റിങ്. പ്രസൻറ്റ് ചെയ്യുന്ന റിലേഷൻഷിപ്പാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ രണ്ട് ഐറ്റങ്ങൾ തമ്മിലായിരിക്കും, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ്, ടോട്ടൽ അസറ്റ്സ് ടു അസറ്റ്സ് ആയിരിക്കും, അതാണ് ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ് എന്ന് പറയുന്നത്. കമ്പയർ ചെയ്യുന്നതിനാണ് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. റേഷ്യോസ് നമ്മൾ 4 രീതിയിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. പ്യുവർ റേഷ്യോ അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ, അതായത് ഒരു എമൗണ്ടിനെ മറ്റൊരു എമൗണ്ട് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണത്. അപ്പോൾ എത്ര പ്രൊപ്പോർഷൻ അതിൽ ഉണ്ട്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയാണ് കേട്ടോ. കറണ്ട് അസറ്റ് 40,000ഉം കറണ്ട് ലയബിലിറ്റി 20,000ഉമാണ്. അങ്ങനെയാണെങ്കിൽ കറണ്ട് അസറ്റ് ടു കറണ്ട് ലയബിലിറ്റിയുടെ റേഷ്യോ എന്താണെന്നാണ് പറയണത്. അപ്പോൾ കറണ്ട് അസറ്റ് 40,000 ഈസ് ടു കറണ്ട് ലയബിലിറ്റി 20,000. അപ്പോൾ 2:1 നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതിനെ പ്രൊപ്പോർഷൻ എന്ന് പറയണത്. അടുത്തത് പെർസെൻറ്റേജ് ആണ്, 100ൻ്റെ ഇതായിട്ട് പറയണത്. ഇതിൽ നമ്മൾ 2 ഫിഗർ വെച്ചിട്ട് എന്ത് ചെയ്യണത്? കാൽക്കുലേഷൻസ് നടത്തുന്നത്. ഇവിടെ എക്സാമ്പിൾ ക്യാപിറ്റലും പ്രോഫിറ്റുമാണ്. അപ്പോൾ ക്യാപിറ്റൽ എന്നാൽ ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് എത്ര പെർസെൻറ്റേജ് നമ്മൾക്ക് പ്രോഫിറ്റ് കിട്ടിയെന്ന് നോക്കണം. അപ്പോൾ അതിന് 40,000 ഡിവൈഡഡ് ബൈ 1 lakh ഇൻറ്റു 100. അപ്പോൾ എത്രയുണ്ട്? 40%, 40%. അങ്ങനെ പെർസെൻറ്റേജ് ആയിട്ട് ഉപയോഗിക്കാം. മൂന്നാമത്തെ റേറ്റ്സ് ആയിട്ട് പറയാം. റേറ്റ്സിൽ പറയണത് എത്ര ടൈംസ് എടുക്കുന്നുണ്ട് നമ്മൾക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് അത് കിട്ടാനായിട്ട്. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ക്രെഡിറ്റ് സെയിൽസ് ആണ് കേട്ടോ. 2 lakh എമൗണ്ട് നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് ആയിട്ട് കൊടുത്ത് അതിൽ നിന്ന് നമുക്ക് എത്ര വന്ന് 50,000 വന്നിട്ടുണ്ട്. ബാക്കി വന്ന എത്ര ടൈം കൊണ്ടെന്നാണ് നോക്കണം. അപ്പോൾ 2 lakh ഡിവൈഡ് ബൈ 50,000 ഇൻറ്റു 50,000. അപ്പോൾ എത്ര കിട്ടും? 4 times, 4 പ്രാവശ്യമായിട്ടാണ് നമ്മൾക്ക് എന്ത് വരുന്നത്? ക്രെഡിറ്റ് സെയിൽസ് മുഴുവനായും ക്യാഷ് ആയിട്ട് കിട്ടുന്നത്. അടുത്ത ഫ്രാക്ഷനാണ്. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ സെയിൽസിനെയൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണത്? എത്ര ഉണ്ടെന്ന് നോക്കണത് കേട്ടോ. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റലിൽ എത്ര 1/5 എന്ന് പറയും, അല്ലെങ്കിൽ 1/6.
ഇപ്പോൾ ബോണസ് ഷെയറൊക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ പറയും 1/3 എന്ന് പറയും നമ്മൾ. ബോണസ് ഷെയർ എത്ര ഷെയർ 3 ഫുള്ളി പെയ്ഡ് ഷെയർ ഉണ്ടെങ്കിൽ അയാൾക്ക് ഒരു ഷെയർ കിട്ടും. അപ്പോൾ 1/3 എന്നാണ് പറയണത്. അപ്പോൾ അതുപോലെ തന്നെ സെയിൽസ് നെറ്റ് പ്രോഫിറ്റും കൂടി പറയുമ്പോൾ നമ്മൾ എന്ത് പറയും, സെയിൽസിൻ്റെ 1/4 നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയും. അപ്പോൾ അതിനെയാണ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, റേഷ്യോസ് എക്സ്പ്രസ് ചെയ്യണത്. പ്രൊപ്പോർഷൻ ഉണ്ട്, പെർസെൻറ്റേജ്, റേറ്റ്സ്, ഫ്രാക്ഷൻസ്.